ഇത് അങ്ങനെ ഇസ്രയേലിനെ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാൻ. മാത്രമല്ല അറബ് രാജ്യങ്ങളിലും ഒരു വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും ഇനി ഇറാന്റെ ഭാവി എന്ന് പറയുന്നത്? ഈ ഒരു യുദ്ധം ഇനി എത്രത്തോളം ആയിരിക്കും ആ ഒരു യുദ്ധത്തിന്റെ ആഘാതം എന്ന് പറയുന്നത്? ഇതിപ്പോൾ യുദ്ധം തുടങ്ങിയെന്ന് പറയാവുന്നൊരു സാഹചര്യം സംജാതമായിരിക്കും. യുദ്ധം എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായ ആക്രമണമല്ല, ഇരു വിഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. ആദ്യം ഇസ്രായേലാണ് ആക്രമിച്ചത്. ടെഹ്റാനിലും ചുറ്റുപാടുമുള്ള ഏതാണ്ട് 30ഓളം കേന്ദ്രങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതിൽ തന്നെ 3 ഉഗ്രസ്ഫോടനങ്ങൾ ടെഹ്റാന് സമീപമുള്ള ആയത്തുള്ള അലി ഖാംനെയുടെ പഴയ ഓഫീസിന് സമീപത്തുൾപ്പെടെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും നിരവധി ആളുകൾക്ക് പരിക്കേറ്റുവെന്നും അവരെ ഇറാനിലെ വിവിധ ആശുപത്രികളിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നു. പക്ഷെ പൊടുന്നനെ ഇറാനിൽ നിന്നുള്ള വാർത്തകൾ പരിപൂർണമായി നിലച്ചിരിക്കുകയാണ്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇറാനിൽ പൂർണ്ണമായും ഇൻ്റർനെറ്റ് ബന്ധം ഈ ആക്രമണത്തിൻ്റെ ഭാഗമായി വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. 2, അവിടുത്തെ വാർത്താവിനിമയ സംപ്രേഷണ കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും സൈബർ ആക്രമണത്തിന് ഇസ്രായേൽ വിധേയമാക്കിയിട്ടുണ്ട്. അതായത് അവിടുത്തെ ദേശീയ ചാനലുകൾ, ഇറാൻ സ്റ്റേറ്റ് TV ഉൾപ്പെടെ ഉള്ള ചാനലുകളൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ന്യൂസ് ഫീഡുകൾ പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നത് എന്താണ് എന്നത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള അജ്ഞത ലോകത്തിന് മുന്നിലുണ്ട്. അവിടെ നിന്നൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നില്ല. പക്ഷേ അതേസമയം ഇറാൻ ശക്തമായി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശക്തമായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട്. ആ തിരിച്ചടി എന്ന് പറയുന്നത് കേവലം ഇസ്രായേലിലേക്ക് മാത്രമല്ല, മറിച്ച് അറബ് രാജ്യങ്ങളിലേക്ക് മുഴുവനായി ഏതാണ്ട് 5 അറബ് രാജ്യങ്ങളിലേക്ക് അധികം സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇറാൻ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം. ഖത്തർ, ബഹ്റൈൻ, റിയാദ്, കുവൈറ്റ്, UAE, അബുദാബി, സൗദി തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇറാൻ്റെ മിസൈലുകൾ ഉയർന്നു പൊങ്ങി. പക്ഷേ UAE പറയുന്നത് ഞങ്ങളിത് ഡിഫെൻഡ് ചെയ്തു എന്നാണ്. പക്ഷേ ബഹ്റൈനിൽ ഇത് വീണിട്ടുണ്ട്, സ്ഫോടന ശബ്ദം കേട്ടു എന്ന് വാർത്തകൾ വരുന്നു. റിയാദിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. കുവൈറ്റിൽ ഈ പറയുന്നത് പോലെ മിസൈൽ ആക്രമണത്തെ തടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അബുദാബിയിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സൗദിക്ക് നേരെ കൂടുതൽ കനത്ത ആക്രമണം ഉണ്ടാകുമെന്ന സൂചന ഇറാൻ നൽകുന്നുണ്ട്. ഖത്തറിൽ എമർജൻസി അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളോട് പുറത്തിറങ്ങരുത്, സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപം എത്തരുത് തുടങ്ങി കടുത്ത നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഗൾഫ് മേഖലയെ മുഴുവൻ വലിയ തോതിൽ പിടിച്ചുലയ്ക്കുന്ന വിധത്തിൽ, ഭയപ്പെടുത്തുന്ന വിധത്തിൽ, സ്തബ്ധമാക്കുന്ന വിധത്തിൽ, നിശ്ചലമാക്കുന്ന വിധത്തിലേക്ക് ഈ യുദ്ധം പൊടുന്നനെ മാറിയിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തെ വളരെ പെട്ടെന്ന്, അതായത് ഈ ഇസ്രായേൽ, അമേരിക്ക സംയുക്ത സൈന്യം ഇറാന് നേരെ ഒരു ആക്രമണം നടത്തുന്നു. ആ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാൻ തിരിച്ചടിച്ചത് സകല പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുമാണ്. ആ രാജ്യങ്ങളെയല്ല ഇറാൻ ലക്ഷ്യമിടുന്നത്, മറിച്ച് അവിടുത്തെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കാണ്. അതിൽ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ പതിച്ചു എന്ന വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മാരകമായ പ്രഹരശേഷിയുള്ള ഈ പറയുന്ന അമേരിക്കയുടെ താഡ്, ആരോ തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിലേക്ക് ഇറാൻ തുടക്കത്തിൽ തന്നെ മിസൈലുകൾ വർഷിച്ചു തുടങ്ങി. അതായത് ഇറാൻ്റെ പ്രതികാരം കടുത്തതും അതിതീവ്രവും നാശോന്മുഖവുമാണ് എന്ന് തുടക്കത്തിൽ തന്നെ സൂചനകൾ വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാനെ സംബന്ധിച്ച് ഇറാൻ ആദ്യമേ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇറാൻ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങൾക്ക് നേരെ എന്തുതരം നീക്കങ്ങൾ നടത്തിയാലും അതിനെ ഞങ്ങളൊരു യുദ്ധമായി പരിഗണിക്കും. പിന്നീട് യുദ്ധം നടത്തുക ഞങ്ങളായിരിക്കും. തുടങ്ങുന്നത് നിങ്ങളാണെങ്കിലും ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ പറഞ്ഞതിനനുസരിച്ച് ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആയത്തുള്ള അലി ഖാംനെയും മസൂദ് പെഷഷ്കിയാനും അടക്കമുള്ള ഇറാൻ്റെ തന്ത്രപ്രധാന തസ്തികകളിലുള്ള ആളുകളൊക്കെ സുരക്ഷിതരാണ് എന്നുകൂടി ഇറാൻ പറയുമ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നീക്കങ്ങൾ തുടക്കത്തിൽ തന്നെ പാളുന്നു എന്നൊരു ഒരു വിവരം കൂടി ഇതിൽ വരുന്നുണ്ട്. ഇപ്പം അതായത് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി നേരെ തിരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാതെ ഇറാൻ നേരിട്ട് അമേരിക്കയുടെ, അതായത് പല രാജ്യങ്ങളിലായിട്ടുള്ള അമേരിക്കയുടെ എയർബേസിനെ ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ ഇത് വലിയ രീതിയിലുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്ലാനിങ് നേരത്തെ തൊട്ടേ ഇറാൻ നടത്തിയിരുന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരു അറബ് രാജ്യങ്ങളിലേക്ക് ഒരുമിച്ചൊരു ആക്രമണം നടത്താൻ സാധിക്കുന്നത്? അല്ല, ഇത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ. ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയതിന് ശേഷമാണ് അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടന്നത്. പക്ഷേ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് ഏറ്റവും അധികം നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്ന പോലെയല്ല. അറബ് രാജ്യങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, അറബ് രാജ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാന്ദ്യമുണ്ടായാൽ, ഏതെങ്കിലും തരത്തിലുള്ള തകർച്ചയുണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. കാരണം നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ അവിടെയുണ്ട്.
നമ്മുടെ സഹോദരങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ നാടിൻ്റെ സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും നമ്മുടെ നാടൊക്കെ ഒരുപാട് വളർന്നതിന് പിന്നിൽ ഈ പ്രവാസി സഹോദരങ്ങളുടെ കഷ്ടപ്പാടാണ്. പക്ഷെ അപ്പോൾ അവർ നിൽക്കുന്ന ഒരു നാട്ടിൽ, ഇസ്രായേലിലും മലയാളികളുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ വൈകാരികമായി കുറെ കൂടി മലയാളികൾക്ക് വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഈ അറബ് രാജ്യങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണം വരും. അതിൻ്റെ അർത്ഥം ഇസ്രായേലിലെ മലയാളികളെ ആരും വിലവയ്ക്കുന്നില്ല എന്നല്ല. ഇസ്രായേലിലായാലും നമ്മുടെ മലയാളികൾ, നമ്മുടെ സഹോദരങ്ങൾ ഉള്ളതാണ്. പക്ഷെ അവിടെ കുറെ കൂടി ആളുകൾക്ക് നാശമുണ്ടാകാതിരിക്കാനുള്ള ബങ്കർ സംവിധാനങ്ങളൊക്കെ കുറെ കൂടി കാര്യക്ഷമമാണ്. ഇപ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള മലയാളികൾ ഇന്ന് ചാനലുകളിലൊക്കെ പ്രതികരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ സുരക്ഷിതരാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഞങ്ങൾ ബങ്കറുകളിലാണെന്നേ ഉള്ളൂ, ഞങ്ങളുടെ ഓഫീസിന് സമീപത്ത് തന്നെ ബങ്കറുകളുണ്ട്, ഞങ്ങൾ അവിടെയാണ്, സ്ഫോടന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, വലിയ തോതിൽ എന്തൊക്കെയോ നടക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഞങ്ങളെ ഇതുവരെ ഒന്നും ബാധിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള മലയാളികൾ പറയുന്നത്. അവർ സേഫാണ്, അവർ സേഫായി തന്നെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് പക്ഷേ അങ്ങനെയല്ല. ഗൾഫ് രാജ്യങ്ങളിൽ ഇത്രയും പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. ഇസ്രായേൽ എപ്പോഴും യുദ്ധങ്ങളെ നേരിടുന്ന ഒരു രാജ്യമായതുകൊണ്ട് അവർക്ക് ഈ ബങ്കർ സംവിധാനം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കുറെ കൂടി കാര്യക്ഷമമാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അബുദാബിയിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി വാർത്ത വന്നു. ഇസ്രായേലിൽ ഇതുവരെ ആരും കൊല്ലപ്പെട്ടതായി പുറത്ത് വാർത്ത വന്നിട്ടില്ല. ഇസ്രായേലിലേക്ക് ആക്രമണം നടന്നു, വടക്കൻ ഇസ്രായേൽ വലിയ സ്ഫോടനങ്ങളുണ്ടായി, വലിയ തോതിലുള്ള സൈറനുകൾ മുഴങ്ങുന്നുണ്ട്. ഇസ്രായേലിൽ എല്ലാവരും ബങ്കറുകളിലേക്ക് പോവുകയാണ്, പക്ഷെ അവിടെ ആൾനാശം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ തന്നെ അബുദാബിയിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി വാർത്ത വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യമിട്ടിട്ടാണ് ആക്രമണങ്ങൾ നടക്കുന്നത് എങ്കിലും ഇത് കുറെ കൂടി രൂക്ഷമായ ഒരു പ്രാദേശിക യുദ്ധമായി മാറ്റാൻ ഇറാന് വലിയ പാടൊന്നുമില്ല. ഇറാൻ അത് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അതായത് അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് മാത്രമല്ല ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ പറഞ്ഞത് അമേരിക്കയെ പിന്തുണയ്ക്കുന്ന സകല രാജ്യങ്ങളെയും ഞങ്ങൾ ലക്ഷ്യമിടും എന്ന് നേരത്തെ തന്നെ ഖാംനെയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യങ്ങളെ കൂടി ആക്രമിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു നീക്കം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഈ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്ന ആക്രമണം. പക്ഷേ അവിടം കൊണ്ടും ഇത് തീരുന്നില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇറാന് എതിരെ ഈ അറബ് രാജ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടോ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതിൽ? അല്ല, അങ്ങനെ നമുക്കിപ്പോൾ പരിപൂർണമായിട്ട് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകും എന്നൊന്നും പറയാൻ കഴിയില്ല. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവരെപ്പോഴും ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് സമാധാനത്തിനാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പടക്കപ്പൽ, USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പൽ നിയോഗിച്ച് ഇറാനെ ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് എന്ന സൂചന നൽകിയപ്പോൾ തന്നെ കുവൈറ്റും ഖത്തറും സൗദിയും ഒമാനും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞത് യുദ്ധം ചെയ്യരുത് എന്നാണ്. ഞങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് അവിടേക്ക് നിങ്ങൾ യുദ്ധം ചെയ്യരുത്, കാരണം അത് പശ്ചിമേഷ്യയെ മൊത്തം ബാധിക്കും, വലിയ തോതിലുള്ള കുഴപ്പങ്ങളുണ്ടാകും, ഇറാൻ തിരിച്ചടിക്കും, അത് താങ്ങാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകും, അത് മേഖലയെ ഒന്നാകെ അശാന്തിയിലേക്കും സമാധാനമില്ലായ്മയിലേക്കും ഗുരുതരമായ പ്രതിസന്ധികളിലേക്കും നയിക്കും. അതുകൊണ്ട് ഇതൊന്നും ഉണ്ടാകരുത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നവരാണ് അറബ് രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ ഇപ്പോഴായാലും എപ്പോഴും സമാധാനത്തിന് പൊടുന്നനെ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനേ ശ്രമിക്കൂ ആദ്യഘട്ടത്തിൽ. അതിനുള്ള നടപടികൾ അല്പസമയത്തിനകം തന്നെ അല്ലെങ്കിൽ അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഗൾഫിലെ വ്യോമപാത പൂർണ്ണമായി അടച്ചിട്ടുണ്ട്. ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ഇതിനെ പ്രാദേശിക യുദ്ധം എന്ന നിലയിൽ, പശ്ചിമേഷ്യയ്ക്കുള്ളിൽ നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു യുദ്ധം എന്ന നിലയിലേക്ക് പൊടുന്നനെ വളർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ടത്, ഏറ്റവും അധികം വിഷമിക്കേണ്ട ഒരു ഘടകം. കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ ഇറാൻ നടത്തി കഴിഞ്ഞാൽ അത് സമ്മർദ്ദതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഗൾഫ് രാജ്യങ്ങൾ ഇടപെട്ട് അമേരിക്കയെ കൊണ്ട് ആയുധം താഴെ വെപ്പിക്കണം, ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി അതുകൂടി ചേർത്തിട്ടാണ് ഇറാൻ ഈ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. പക്ഷേ ഈ അറബ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനായിട്ട് ഇറാൻ തീരുമാനിക്കുന്നത്, അതൊക്കെ ശരിക്കും പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളെയും തകർത്ത് കളയുന്നതാണ്. അത് നമ്മളെ സംബന്ധിച്ച് പ്രവാസികൾക്ക് തൊഴിലില്ലാത്തൊരു സാഹചര്യം വന്നാൽ, ഇപ്പോൾ യുദ്ധമെന്ന് പറഞ്ഞാൽ 1-2 ദിവസം വലിയ ആക്രമണങ്ങൾ നടത്തി പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണെന്ന് വെച്ചോളുക. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ ഏറെ കാലങ്ങൾ വേണ്ടി വരും. ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ജോലി നൽകുന്ന 2-3 കമ്പനികൾ, പ്ലാന്റുകൾ പൂർണ്ണമായി തകർക്കപ്പെട്ടു എന്ന് കരുതുക. ആയിരക്കണക്കിന് 10,000-കണക്കിന് പേർ ജോലിയായിട്ട് ആശ്രയിക്കുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അത്രയും പേർക്ക് അത് നേരെയാവുന്നവരെ തൊഴിലുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ യുദ്ധത്തിന്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കുറേ ആളുകൾ ഇറാൻ ഇപ്പോൾ തകരും, ഇറാൻ തീർന്നു, യുദ്ധം ചെയ്ത് ഇസ്രായേലിന് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മണ്ടന്മാരോട് പറയാനുള്ളത്, ഇത് കാണാൻ നല്ല രസമായിരിക്കും നിങ്ങൾക്ക്, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പോവാം. അതായത് ഇപ്പം തന്നെ സ്വർണ്ണവില കുതിച്ചുയർന്നു, റെക്കോർഡിലേക്ക് കയറി. താന്നുകൊണ്ടിരുന്ന സ്വർണ്ണവില ഒറ്റയടിക്ക് കുതിച്ചു കയറി. ഇന്ധനക്ഷാമമാണ് അടുത്ത് വരാൻ പോകുന്നത്. അതിനുശേഷം വിലക്കയറ്റം രൂക്ഷമാകും. ഈ ഹോർമുസ് കടലെടുക്കും, ചെങ്കടലും ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? സാധനങ്ങൾക്ക് വലിയ ഡിമാൻഡായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് ഉണ്ടാവും, വില കുതിച്ചുയരും,
സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷണം പോലും കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് അധിക നാൾ നീണ്ടുപോയാൽ അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധം ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതിനായിരിക്കും അറബ് രാജ്യങ്ങൾ പ്രാധാന്യം. സമാധാനത്തിന് വേണ്ടിയിട്ട് ഇറാൻ ഒരു പിന്മാറ്റത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അല്ല, ഇറാനെ സംബന്ധിച്ച് ഇത് ഇറാൻ തുടങ്ങി വെച്ച യുദ്ധമല്ലല്ലോ. ഇറാൻ എന്താണ് പറയുന്നത്? ഇറാൻ എന്നത് ഒരു പരമാധികാര രാജ്യമാണ്, പരമാധികാര രാഷ്ട്രമാണ്. അവർക്ക് ഒരു ഭരണാധികാരിയുണ്ട്, ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അവർക്ക് ആയുധങ്ങൾ വേണമെങ്കിൽ നിർമ്മിക്കാം, അവർക്ക് അന്താരാഷ്ട്ര കരാറുകളിൽ ഏർപ്പെടാം, മറ്റ് രാജ്യങ്ങളുമായി ചങ്ങാത്തം കൂടാം, മറ്റ് രാജ്യങ്ങളുമായി തർക്കത്തിൽ ഏർപ്പെടാം. അത് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇറാൻ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഈ പറയുന്ന പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട്, അവരുടെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് അവർ ആയുധങ്ങൾ വാങ്ങുന്നു, ആയുധങ്ങൾ നിർമ്മിക്കുന്നു, ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ആണവ പരീക്ഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇത്രയധികം അതിനെ കടന്നാക്രമിക്കേണ്ട ആവശ്യമില്ല. അത് മറ്റൊരു രാജ്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗൾഫ് മേഖലയൊന്നാകെ ഒരു വലിയ ആശങ്കയിലേക്കും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇപ്പോൾ ഒരു സെറ്റ് ആക്രമണം നടന്നു കഴിഞ്ഞു. യുദ്ധം തുടങ്ങി എന്ന് തന്നെ പറയാവുന്ന സാഹചര്യം വന്നു. അബുദാബിയിലും കുവൈറ്റിലും ഒക്കെ സ്ഫോടനം നടക്കുകയാണ്. സാധാരണഗതിയിൽ ഇറാൻ അങ്ങനെ അബുദാബിയിലേക്കും കുവൈറ്റിലേക്കും ഒക്കെ ആക്രമണം നടത്തും എന്നാരും പ്രതീക്ഷിച്ചതല്ല. ഏറി വന്നാൽ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് അത് മുമ്പൊന്ന് ആക്രമിച്ചതാണ്. അതുപോലെ ഒരു ആക്രമണം അവിടേക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പറയുന്ന ജോർദാന് നേരെ ഒരു ആക്രമണം ഉണ്ടാകും. ഇതൊക്കെയായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ആ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ച് വ്യാപകമായിട്ടെന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ മുഴുവനും ടാർഗറ്റ് ചെയ്യപ്പെടുന്ന വിധത്തിലേക്കുള്ള ആക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇറാൻ രണ്ടും കൽപ്പിച്ചാണ്. ഇതിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാകും. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ ഇടം കൊടുത്തതിൻ്റെ പേരിൽ അറബ് രാജ്യങ്ങൾ ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും. അതുപോലുള്ള ആക്രമണമായിരിക്കും ഇറാൻ നടത്തുക. ഇറാനെ പിടിച്ചു കെട്ടിയില്ല എങ്കിൽ ഇത് വലിയ ദുരന്തമായി മാറും. ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ ലോകക്രമത്തെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഒരു വലിയ, അതായത് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഭയാനകമായൊരു പ്രശ്നമായിട്ട് ഇത് വളരും.